മധു ഇപ്പൊ എത്ര സിനിമ പാടി? ഒരു അഞ്ച് സിനിമയോളം. 5 സിനിമ പാടിയതിൽ 5ഉം ഹിറ്റ് സോങ്സ് ആണല്ലേ? ഏതൊക്കെയാണ് ചിത്രങ്ങൾ? ഞാൻ തുടങ്ങുന്നത് ഗപ്പി ചിത്രത്തിലെ ഹിറ്റ് മൂവി. അതെ, ഒരു ടൈറ്റിൽ സോങ്ങോടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ഫോക്കിഷ് സോങ് ആണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മൂവിയായിരുന്നു അമ്പിളി. അതെ, അമ്പിളിയില് ആരാധിക എന്ന് പറഞ്ഞ പാട്ട്. അത് ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആണ്. യെസ്, അത് കഴിഞ്ഞിട്ട് ആർക്കറിയാം എന്നൊരു മൂവി, പിന്നെ പാതി ഒരു മൂവി ഉണ്ട്, പിന്നെ ഇപ്പൊ റീസെന്റ് ഉള്ളത് രോമാഞ്ചം. ഞാൻ കേട്ടായിരുന്നു അതിനെ പറ്റി. ആ പാട്ട് റിലീസായോ? അതിനൊരു പ്രൊമോ സോങ് ആയിരുന്നു, അതാണ് പാടിയത്. അപ്പൊ അത് ആദ്യമേ, പടം റിലീസായിട്ടില്ല, പാട്ട് മാത്രം. പടത്തിനൊരു ഹൈപ്പ് ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും നമുക്കൊരു പാട്ടോടുകൂടി തുടങ്ങാം. അത് വരുമ്പോഴത്തേക്ക് നമുക്ക് വിശേഷങ്ങളിനെക്കാട്ടി കൂടുതൽ നമുക്ക് അറിയേണ്ടത് പാട്ടാണ്. ഞാൻ നായാട്ട് എന്ന് പറഞ്ഞ ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയതാ മൂവി. നായാട്ട് എന്ന് പറഞ്ഞ സിനിമയിലെ അപ്പലാളെ എന്നുള്ള തുടങ്ങണ പാട്ട്. കാലത്തും ആടുന്നോരപ്പലെ പണ്ട് കുശുമ്പിന്റെ വാക്കത്തി കൊണ്ടേ വെട്ടിയ കഥയല്ലോടി കള്ള് പോലെ പുളിക്ക. നിർത്തി കളഞ്ഞല്ലേ? നല്ല രസമുണ്ട്. ഇതാരാ എഴുതിയത്? ഇത് അൻവർ അലി ചേട്ടനാണ് എഴുതിയത്. ശരി. മ്യൂസിക് വിഷ്ണു. ബ്യൂട്ടിഫുൾ. അച്ഛൻ്റെ പടത്തിൽ പാടിയിട്ടുണ്ടോ? അച്ഛൻ്റെ പടത്തിൽ പാടിയിട്ടുണ്ട്. ഏതാണ്? എൻ്റെ ഗപ്പിക്ക് ശേഷം ഞാൻ പാടിയത് അതായിരുന്നു, പാതി എന്ന് പറഞ്ഞിട്ടുള്ള. പാതി എല്ലാം കേൾക്കണം. ഒരു ഗസൽ ഗായികയായിട്ടാണ് തുടക്കം. അപ്പൊ പാടിയത് ഒരു നാടൻ ശീലുള്ള പാട്ടാണ്. എന്താണ് ഈ ഒരു നാടൻ ശീലിലോട്ട് പോകാൻ ഒരു ഗസൽ? നാടൻ പാട്ട് ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അത് ആ ഒരു ഓത്തന്റിക് നാടൻ പാട്ട് അതിനെ ട്രൈ ചെയ്യാനുള്ളൊരു ധൈര്യം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ ഒരു ഇതിലായിരിക്കണം ഞാൻ ആ ഒരു ഇതിലോട്ട് കയറുന്നത്. പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ട്? ഉണ്ട്. ആരൊക്കെയാണ് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്? അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടല്ല, ഞാൻ കോൺസേർട്സ് കൂടുതൽ ചെയ്യാറുണ്ട്. ഷോസ് ആണെങ്കിൽ അല്ലാതെ. അപ്പൊ ഈ കോൺസേർട്ട് ചെയ്യുമ്പോഴത്തെ ഹിന്ദുസ്ഥാനിയാണോ അതോ ലൈറ്റ് ആണോ? ഹിന്ദുസ്ഥാനി ഗസൽസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അങ്ങനെയാണ് പ്രസന്റ് ചെയ്യാറ്. സോ അതിന് ഒരു തബ്ലിസ്റ്റ് നമ്മളെ കൂടെ വായിക്കണ കുറച്ച് പേരുണ്ട്, അവരുടെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള. അതെ, അവരും ഒരു ഹാർമോണിയം ഉണ്ടാവും. പിന്നെ ഗസൽസും കൂടെ മിക്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്തെങ്കിലും ഗിറ്റാർ അക്കോസ്റ്റിക് സുഖമുണ്ട്. കാരണം നമുക്ക് പാടുമ്പോഴത്തേക്ക് നമുക്ക് ആത്മസംതൃപ്തി തരുന്ന ഒരു ഏരിയയാണ് ഗസൽ. അതുപോലെ തന്നെയാണ് സെയിം ക്ലാസിക്കൽ മ്യൂസിക്. ഒരു കച്ചേരി പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാം, നമുക്ക് നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ പാടാം. പക്ഷെ ഒരു സിനിമാ പാട്ട് പാടുമ്പോഴത്തേക്ക് നമ്മൾ അതുപോലെ തന്നെ പാടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ അതങ്ങനെ പാടി, ഇങ്ങനെ അവിടെ മാറ്റി പാടി എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൊ നമുക്കൊരു ഗസലായാലോ? ഒരു कुछ तो दुनिया के, कुछ तो दुनिया की इनायत ने दिल तोड़ दिया. कुछ तो दुनिया की इनायत ने दिल तोड़ दिया. और कुछ तलखिए हालात ने दिल
तो दुनिया की है. ആഹാ നമ്മളെ ഏതോ ഒരു ലോകത്തോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫീലാണ് അല്ലേ. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഹരിജിയുടെ ഗസൽസ്. അതിനൊരു ചെറിയ ഒരു ക്ലാസിക്കൽ ഒരു മിക്സ് ഉണ്ട് അതിനകത്ത് അല്ലേ. പൂർണ്ണമായിട്ടും ഗസലായിട്ട് വരുന്നില്ല, എന്നാൽ ഗസലാണ്. പക്ഷെ ഒരു പാലക്കാടൻ ക്ലാസിക്കൽ ഒരു ടച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ കോംപ്ലിക്കേറ്റഡ് ആണോ ആണ്, പക്ഷെ പെട്ടെന്ന് ഡയറക്റ്റ് നമ്മുടെ ഹിറ്റ് ചെയ്യും ഹൃദയത്തില്. ഈ നായാട്ടം എന്നുള്ള സിനിമയല്ലേ ആദ്യം പാടി, അപ്പൊ അതിന് ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വേദനിപ്പിക്കുന്ന ഒരു കഥയുണ്ടല്ലോ, അതെന്താണ്? അതില് ആ പാട്ടിന്റെ മേക്കിങ്ങിൽ കുറച്ചൊക്കെ പാർട്ടാവാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഷൂട്ടിലും അതിന്റെ കോറസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇച്ചിരി അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് അവിടെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു അമ്മൂമ്മേനെ അതിൽ വേണമായിരുന്നു, ഒരു മുത്തശ്ശിയെ. അപ്പം അവരവിടെ ഉണ്ടായിരുന്ന ഒരു അമ്പലപ്പുഴയുള്ള ഒരു ഫാമിലിയിലുള്ളവരാണ്. അപ്പം അവരിത് ഒരുപാട് പാടുവിട്ട് ആ വരിയൊക്കെ പഠിച്ച് അതിന് സിങ്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അത് പ്രായമുള്ളവരാകുമ്പോൾ അവർ ഭയങ്കര ബുദ്ധിമുട്ടി അത് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് ആ പാട്ട് വീഡിയോ റിലീസാവുന്നതിന് തൊട്ട് തലേ ദിവസം അവർ മരിച്ചുപോയി. സോ അത് ഒരു സങ്കടമുണ്ട്. അവരിങ്ങനെ ഒരുപാട് എല്ലാവരുടെ അടുത്തും വളരെ സന്തോഷിച്ച് പറഞ്ഞു. അവര് പാട്ട് പാടുന്നതാണ്, നാടൻ പാട്ടൊക്കെ ഒരുപാട്. അതെ, വയസ്സായിട്ട് നാടൻ പാട്ടൊക്കെ പാടാറുള്ളൊരു ഫാമിലിയിലുള്ളതാണ്. അപ്പം അവർക്ക് ഒരുപാട് നാളിന് ശേഷം അവർക്ക് ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് അത് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്തായാലും അവരുടെ ആത്മാവിന്റെ അനുഗ്രഹം കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.